SM സ്ട്രീറ്റ് അല്ല, ഞങ്ങളുടെ മിഠായി തെരുവ്. ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നേ. പ്രധാനമായിട്ടും വേണ്ടത് ബാഗാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത് ബാഗ് ഷോപ്പ് തന്നെയായിരിക്കും. ചെന്നപ്പം തന്നെ ഫോണിൻ്റെ കേസ് വാങ്ങാൻ വേണ്ടിയിട്ടൊരു കടയിലേക്ക് കയറി. ഫോണിൻ്റെ കേസിൻ്റെ അവസ്ഥ ഭയങ്കര ശോകമായിരുന്നേ. അങ്ങനെ ഇതിൽ നിന്നൊന്ന് തന്നെയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതെടുത്ത ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ബാഗാണല്ലോ. അപ്പോൾ ആദ്യം തന്നെ ബാഗ് വാങ്ങിയ പിന്നെ വാങ്ങുന്ന സാധനങ്ങളൊക്കെ ആ ബാഗിൽ അങ്ങ് ഇട്ട് കൊണ്ടുപോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നടക്കുന്നത്. പക്ഷേ ബാഗ് ഒഴികെ ബാക്കി സാധനങ്ങളെല്ലാം കിട്ടി, ബാഗ് മാത്രം കിട്ടിയില്ല. അങ്ങനെ പോകുന്ന വഴിക്കൊരു മറ്റേ കമ്മൽ കടക്കാരനെ കണ്ടു. അതൊക്കെ കുറേ നേരം നോക്കി, പക്ഷെ എനിക്ക് കമ്മൽ വേണ്ടായിരുന്നു. എന്നാലും അതൊക്കെ നോക്കി. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് വലിയ തിരക്കില്ലാത്തത്. സാധാരണ സൺഡേസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടേക്ക് എടുക്കാൻ പോലും പറ്റില്ല, ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെ ആദ്യം തന്നെ ഞങ്ങളൊരു ബാഗ് ഷോപ്പിലേക്ക് കയറി. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ ഇദ്ദേഹം മനസ്സിൽ വിചാരിച്ച എന്തോ ഒന്നും അവിടെ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ബാഗ് കിട്ടിയില്ല. എനിക്ക് കുറേ ബാഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ബാഗ് ഒന്നും ആയിട്ടില്ല. നല്ല ബാഗാണ്, അതുകൊണ്ട് പിന്നെ വാങ്ങിച്ചില്ല. കുറേ നല്ല ബാഗുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ എല്ലാ ബാഗും എടുത്ത് നോക്കുന്നുണ്ട്. ആ നേരം കൊണ്ട് ഞാനും ഒരു ബാഗ് അങ്ങ് നോക്കി, എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ഇത് വാങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. പ്രധാനമായിട്ടും ആദർശിനും ബാഗ് വാങ്ങാനാണ് പോയത്, പക്ഷെ അത് കിട്ടിയില്ല. ബോണസായിട്ട് ഇതാണ് കിട്ടിയത്. അങ്ങനെ ഇത് പാക്കൊന്നും ചെയ്യാതെ തോളിൽ തന്നെ ഇട്ട് നടന്നു. എന്നാൽ പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഇതിലിട്ടങ്ങ് പോയാൽ മതിയല്ലോ, കയ്യിൽ തൂക്കി നടക്കണ്ടല്ലോ. ഇപ്പോൾ പോകുന്ന വഴിക്ക് 3 സെറ്റ് സോങ്സിന് 100 രൂപയെന്നോ 90 രൂപയെന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു. അത് ജസ്റ്റ് നോക്കി. പിന്നെ അവിടെ ടീഷർട്ട് ഒരുപാടുണ്ടായിരുന്നേ. നമ്മൾ ഈ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ക്ഷമയുള്ളവർക്കും നന്നായിട്ട് ഇവിടുന്ന് സെലക്ട് ചെയ്ത് വാങ്ങാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നേ. സാധാരണ നമുക്ക് ഇത്ര ക്വാളിറ്റി ഉള്ളത് ഉണ്ടാവാറുണ്ടോ എന്നറിയില്ല. ടീഷർട്ടിനൊക്കെ വെറും 200 രൂപ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നേ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ 2-3 വാങ്ങിച്ചു. പിന്നെ കുറച്ച് ബെഡ്ഷീറ്റ് നോക്കി. ബെഡ്ഷീറ്റ് പക്ഷേ വാങ്ങിച്ചില്ല. വേറെ ഓൺലൈനായിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചില്ല. പിന്നെ വാച്ച്, ഈ SM സ്ട്രീറ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അവിടെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടാകും. വാച്ച്, ബാഗ്, ഡ്രസ്സ് എല്ലാം ഉണ്ടാവും. അങ്ങനെ ബാഗ് കിട്ടാത്ത വിഷമത്തിൽ കുറച്ച് വാച്ചൊക്കെ നോക്കി. പിന്നെ ദാ ഈ ഷോപ്പിൽ പോയേ. സ്കൂൾ കുട്ടികൾക്കൊക്കെ നല്ലൊരു ഷോപ്പാണിത്. സ്കൂളിലേക്ക് വേണ്ട ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഉണ്ട്. ബാഗ്, ലഞ്ച് ബോക്സ്, ബോട്ടിൽ, അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ അവിടുന്ന് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. പിന്നെ കുറേ ഹൽവ കടകളൊക്കെ ഉണ്ടായിരുന്നു. സാമ്പിൾ നോക്കാനൊക്കെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സാമ്പിൾ നോക്കിയിട്ട് എങ്ങനെ വാങ്ങാതെ തിരിച്ചു വരും. ഹൽവയാണെങ്കിൽ ഇപ്പോൾ വേണ്ട എന്തായാലും. അതുകൊണ്ട് പിന്നെ സാമ്പിൾ ടേസ്റ്റ് ചെയ്യാനൊന്നും പോയില്ല. അങ്ങനെ ഈ ഏരിയയിലുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ ഓയസിസ് മാർക്കറ്റ് ലക്ഷ്യം വെച്ച് നടന്നു. ഓയസിസിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ. അവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും സാധനങ്ങൾ കിട്ടും കേട്ടോ. എല്ലാം ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഉണ്ടാവും. നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ കയറിപ്പോയി എല്ലാം വാങ്ങിക്കാനുണ്ടാവും. ഞാൻ കുറച്ച് ക്രോഷേ ചെയ്ത് പഠിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ബാഗ്, ചെരുപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. മറ്റേ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തും ഉണ്ട്. ഇതാ ഈ അങ്കിളിനെ കണ്ടോ, നല്ല അടിപൊളി അങ്കിളായിരുന്നേ. ഒരു ബാഗ് കടയിൽ ഉണ്ടായിരുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മൂപ്പരെ. പക്ഷെ അവിടെയും ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചൊരു ബാഗ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്രധാനമായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ കാരണം ക്രോഷേ ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ നൂലും സൂചിയൊക്കെ വേണമായിരുന്നു. അങ്ങനെ അത് പക്ഷേ തിരഞ്ഞപ്പോൾ അത് മാത്രം കാണുന്നില്ല. അങ്ങനെ ഒരു കടയിൽ ചോദിച്ചപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു തന്നു സണ്ണി ബ്രദേഴ്സ് എന്ന് പറഞ്ഞ കടയുണ്ടെന്ന്. പിന്നെ അത് തിരഞ്ഞുള്ള നടത്തമായി. അത് തിരഞ്ഞ് നടക്കുന്ന കൂട്ടത്തിലും ഞങ്ങൾ വഴിയിൽ തൂക്കി വെച്ച ബാഗൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസ്, വീട്ടിലേക്ക് വേണ്ട ഡെക്കോറുകൾ, അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നേ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ. ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. നല്ല ക്ഷമയും വേണം, നടക്കാനുള്ള ക്ഷമയൊക്കെ വേണം. ക്ഷീണമൊക്കെ ആവും, എന്നാലും ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമായിരിക്കും. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഞങ്ങൾ സണ്ണി ബ്രദേഴ്സ് കണ്ടുപിടിച്ചത്. കുറച്ച് ഉള്ളിലേക്കുള്ളൊരു കടയാണ്. ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവർക്ക് അടിപൊളിയായിട്ടുള്ളൊരു കടയാണിത്. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. കാണാനൊരു ചെറുതാണെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ എനിക്ക് എന്താണെന്നറിയാത്തൊരു സന്തോഷമായിരുന്നു. കുറേ നേരമായല്ലോ ഇത് അന്വേഷിച്ച് നടക്കുന്നു. ഇപ്പം കുറേ ദിവസമായിട്ട് എൻ്റെ ഫീഡിൽ മൊത്തം ക്രോഷേ
ചെയ്യുന്ന ട്യൂട്ടോറിയലും ഇതൊക്കെയാണ് ഞാൻ കാണുന്നത് കൊണ്ട് അങ്ങനെ കുറേ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ആദർശിന് കുറച്ച് പെയിൻറ്റും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അതൊക്കെ വാങ്ങിയ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി. പിന്നെ ഇതാ ഇങ്ങനത്തെ ഡെക്കർ ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലൊക്കെ ഇവിടെ വന്ന് വാങ്ങിക്കുന്നത് നല്ല ലാഭമായിരിക്കും. അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടും ചീപ്പ് റേറ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. ഈ ബാഗുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ 1 ഇയർ വാറൻറ്റി ഒക്കെ തരുന്നുണ്ട്. ഇവിടെ തന്നെ കൊണ്ടുവന്നാൽ അവർ റെഡിയാക്കി തരുകയൊക്കെ ചെയ്യും. പിന്നെ ഞങ്ങൾ ഇറങ്ങാനുള്ള ഇതായിരുന്നേ. അപ്പോൾ ഇറങ്ങുന്ന വഴിയിലെത്തിയപ്പോൾ ഒരു ചെരുപ്പ് കട കണ്ടപ്പോൾ അവിടെ നിന്നൊരു ചെരുപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചു. എൻ്റെ ചെരുപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നോക്കിയപ്പോൾ ഒരു ചെരുപ്പ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഒരു ചെരുപ്പ് വാങ്ങി. ശരിക്കും വാങ്ങാൻ പോയ സാധനം മാത്രം കിട്ടിയില്ല, ബാഗാണ് വാങ്ങാൻ പോയത്. പക്ഷേ കണ്ടകടച്ചാതിരൊക്കെ വാങ്ങിയിട്ടുണ്ട് അവിടുന്ന്. പിന്നെയും ഞങ്ങൾ ബാഗ് കടയിൽ തന്നെ എത്തി. ഇവിടുന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവൻ എന്തോ മനസ്സിൽ വിചാരിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും വിചാരിച്ച സാധനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എന്തായാലും കുറേ നടന്ന് ക്ഷീണിച്ചതിനോണ്ട് ബാഗ് വേറെ കടയിൽ പോയിട്ട് പുറത്തെവിടെയെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കലന്തൻസിലെത്തി. അവിടുന്ന് ഫലൂദ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഫലൂദയാണ് കലന്തൻസിലുള്ളത്. ഈ സന്തോഷം ഇപ്പം ഫലൂദ കിട്ടുമല്ലോ എന്നുള്ള സന്തോഷമാണ്. ആകെ ക്ഷീണിച്ചിട്ടുണ്ട്, നല്ല വെയിലുമായിരുന്നു. ഉച്ച നേരത്താണ് ഞങ്ങൾ വന്നത്. പിന്നെ ഫലൂദ തിന്നാനുള്ള സന്തോഷത്തിൽ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനൊരു നോർമൽ ഫലൂദയും ആദർശ് ഒരു പിസ്താഷ്യോ ഫലൂദയാണ് വാങ്ങിച്ചത്. എനിക്ക് നോർമൽ കഴിക്കാനാണ് ഇഷ്ടം. കിട്ടിയപ്പം തന്നെ ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ മാത്രമല്ല അവൻ്റെയും ഞാൻ എടുത്ത് കഴിക്കുന്നുണ്ട്. പിസ്താഷ്യോ അത്ര താല്പര്യമില്ല, പക്ഷെ നമ്മൾ ടേസ്റ്റ് നോക്കണമല്ലോ. അതുകൊണ്ട് രണ്ടുമൊക്കെ എടുത്ത് കഴിച്ചു നോക്കി. വേഗം അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇറങ്ങണം. ബാഗ് കിട്ടാത്തതിനോട് വേറെ കടയിലും പോയി നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് ചെന്നിട്ട് വണ്ടി എടുത്ത് വീട്ടിലേക്ക് ഇറങ്ങി.